നിയമസഭയില് മന്ത്രിമാർ ഉത്തരം പറയണതൊന്നും കേട്ടിട്ടില്ലേ? മയ 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 കുയി 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 കുയി. അപ്പൊ അതൊന്നും എനിക്ക് കേട്ടിട്ടില്ല. അത് ശരി. അപ്പൊ പ്രാദേശിക ഭാഷയുടേത് എവിടെ? പ്രാദേശിക ഭാഷ അല്ലല്ല. അങ്ങനെ അല്ലല്ല, തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാനത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോ പറയാം അങ്ങനെയൊക്കെ. അനക്ക് പറയാം എന്ത് മയ എന്ന് പറയാം ഇവരെ കൂട്ടത്തിന്ന്. അത് ശരിയാണ്. അപ്പൊ അനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോഴും പറയാം എന്ത്, എന്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോ ഇവിടെ ഭയങ്കര മഴയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് കൊടുക്കാം. അതിലൊന്നും തെറ്റുന്നില്ല. അതെ, തെറ്റിച്ച് അങ്ങനെയുള്ള എം എം മണി അത് പറഞ്ഞതുകൊണ്ടല്ലേ അയാളെ പിന്നത്ത് പറഞ്ഞു നാട്ടുഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശരി, ഓക്കെ. അപ്പോ ആ ഇല്ലില്ല, ഞാൻ അല്ല, അബദ്ധമല്ല അത്. അതാണ് ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കണ്. എമ്മി എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ യുമ്മി എമ്മി എന്ന് പറഞ്ഞാൽ, യുമ്മിന്ന് ഇംഗ്ലീഷിൽ പറയും, എമ്മിന്ന് അറബ്സ് സാധാരണ ഈ അറേബ്യൻ രാജ്യത്ത് നല്ല സൂപ്പർ ഇരുന്നിട്ടോ ഭക്ഷണം എന്നുള്ളതിന് എമ്മി എന്നാ പറയാ. അപ്പൊ ഇവർക്ക് ദുബായിലും ഈ ഏജൻസികൾ ഉണ്ടല്ലോ, ഇവർക്ക് ദുബായിലുണ്ട് ഏജൻസികളെ. അപ്പോ സ്വാഭാവികമായിട്ടും അവരുദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഓല അതിനെ എതിർക്കാതിരുന്നത്. ഇത് ചോദിച്ചു നോക്ക്, അറബിയില് നല്ല ഭക്ഷണം കഴിച്ചാല് അവര് പറയും എമ്മി എന്നാണ് പറയല്. ഹിന്ദിയിൽ പ്രാവീണ്യം ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ അക്ഷരങ്ങൾ അറിയാം, അക്ഷരം തെറ്റാതെ, അക്ഷരങ്ങൾ പൊതുവെ തെറ്റാതെ എഴുതാറുണ്ട്. പക്ഷെ നമ്മൾ ഈ വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് എല്ലാ ഭാഷകളിലും നല്ല രൂപത്തിൽ ഒരു പ്രാവീണ്യം വേണം എന്നുള്ള സതുദ്ദേശത്തിലാണ് അത് ചെയ്തത്. പിന്നെന്താ, ഇന്ററാക്ഷൻ സെക്ഷൻ തുടരും. അതിന് ഇഷ്ടമുള്ള ആളുകൾ മാത്രം വിദ്യാർത്ഥികളുമായിട്ടുള്ള പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചാൽ മതി.